ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലോട്ട് കടന്നു കഴിഞ്ഞാൽ എയും ബിയും സ്റ്റാർട്ട് മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സിന്നും വൈന്നുമാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദ സ്പീഡ് ഓഫ് എ ഈസ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് ബി. അപ്പോൾ സ്പീഡ് ഓഫ് എ ഈസ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ 20%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/5 ആണ്. അതിൽ ബി 5 അതിനേക്കാളും ഒന്നുകൂടി 6 എ എയുടെ സ്പീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ SA - SB എടുത്തു കഴിഞ്ഞാൽ 6/5 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആഫ്റ്റർ മീറ്റിംഗ് ഓൺ ദ വേ, എ ടേക്ക് 2.5 hours and B take X hours to reach Y and X respectively. Then what is the value of X? Okay. ക്വസ്റ്റ്യൻ ഞാനൊന്ന് ജസ്റ്റ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ XY രണ്ട് പോയിന്റ് ഉണ്ട്. എസ് എ എസ് എ എന്ന് പറയുന്ന SA എന്ന സ്പീഡിൽ ഇങ്ങോട്ട് വരുവാണ്. ബി എന്ന് പറയുന്ന SB എന്ന് പറയുന്ന സ്പീഡിൽ ഇങ്ങോട്ട് വരുവാണ്. ഇവിടെ ഈ ഒരു പോയിന്റിൽ അവർ മീറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. എയും ബിയും ഈ ഒരു പോയിന്റ് മീറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഈ മീറ്റിംഗ് പോയിന്റിൽ നിന്ന് എക്ക് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് സപ്പോസ് TA ടൈം എടുത്തെന്ന് വിചാരിക്കാം. മീറ്റിംഗ് പോയിന്റിൽ നിന്ന് ബിക്ക് ഇങ്ങോട്ട് പോകാനായിട്ട് TB എന്ന് പറയുന്ന ടൈം എടുക്കുക. ഇങ്ങനെ മീറ്റിംഗ് പോയിന്റിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകാനുള്ള ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് SA/SB എന്ന് പറയുന്നത് √TB. ഇവിടെ A ആണ് ആദ്യം എടുക്കണമെങ്കിൽ B ഫസ്റ്റ് ചെയ്ത് TA. ഏത് സന്ദർഭത്തിലാണ് എടുക്കണമെന്ന് അറിയണം. സന്ദർഭം എന്താണ്? ഇവര് മീറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ എൻഡിലോട്ട് പോകാൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ആണ്. SA/SB നമുക്ക് എന്താണെന്ന് അറിയാം? 6/5 ആണെന്ന് അറിയാം. ദെൻ √TB അറിയാവോ? X എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ബിക്ക് അപ്പുറത്തെ എൻഡിലോട്ട് എത്താനുള്ള. ദെൻ എ എടുക്കുന്ന ടൈം എത്ര? 2 and 1/2, 2.5 അവർ. 2.5 അവറിന് നമുക്ക് എന്തെന്ന് പറയാം? 5/2 എന്ന് പറയാം. ഇനി രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 36, 25. എക്സ് രണ്ട് വേണമെങ്കിൽ മുകളിലോട്ട് കൊണ്ടുവന്നാൽ 2x/5. ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാം 5. ഇവിടെ നിന്ന് കട്ട് ചെയ്യാം 18. എക്സിന്റെ വാല്യൂ 18/5. 18/5 എന്ന് പറയുമ്പോൾ 3 and 3/5. ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ എന്തായിട്ട് കാണും? 3.6 എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും ആൻസർ ആണ്.